ഓം ശാന്തി 29/1/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ യോഗബലത്തിലൂടെ തന്നെ വികർമ്മങ്ങളെ വിനാശമാക്കി പാവനമായി മാറി പാവനമായ ലോകം നിർമ്മിക്കണം. ഇതുതന്നെയാണ് നിങ്ങളുടെ സേവനം. ചോദ്യം: ദേവീദേവതാ ധർമ്മത്തിന്റെ ഏതൊരു വിശേഷതയ്ക്കാണ് മഹിമയുള്ളത്? ഉത്തരം: ദേവീദേവതാ ധർമ്മം തന്നെയാണ് വളരെ സുഖം നൽകുന്നത്. അവിടെ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഇല്ല. നിങ്ങൾ കുട്ടികൾ മുക്കാൽ ഭാഗവും സുഖം അനുഭവിക്കുന്നു. അഥവാ പകുതി സുഖവും പകുതി ദുഃഖവുമാണെങ്കിൽ രസമേ ഇല്ല. ഓം ശാന്തി. ഭഗവാൻ ഉച്ചരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് മനസ്സിലാക്കി തന്നത്. അതായത് ഒരു മനുഷ്യനെയും ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ദേവതകളെയും ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ നിരാകാരനാണ്. ഭഗവാന് സൂക്ഷ്മമോ സ്ഥൂലമോ ആയ ഒരു രൂപമില്ല. സൂക്ഷ്മവതനവാസികൾക്ക് പോലും സൂക്ഷ്മത്തിലുള്ള രൂപമുണ്ട്. അതിനാലാണ് അതിനെ സൂക്ഷ്മവതനം എന്ന് വിളിക്കുന്നത്. ഇവിടെ സാകാരത്തിലുള്ള മനുഷ്യ ശരീരമുണ്ട്. അതിനാൽ ഇതിനെ സ്ഥൂലവതനം എന്ന് പറയുന്നു. സൂക്ഷ്മവതനത്തിൽ 5 തത്വങ്ങൾ കൊണ്ടുള്ള സ്ഥൂല ശരീരം ഉണ്ടാകില്ല. ഈ 5 തത്വങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെയാണ് മൺപാവ എന്ന് പറയുന്നത്. സൂക്ഷ്മവതനവാസികളെ മൺപാവകൾ എന്ന് പറയില്ല. ദൈവിക പരമ്പരയിൽ ഉള്ളവരും മനുഷ്യർ തന്നെയാണ്. പക്ഷെ അവരെ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യർ എന്നാണ് പറയുക. ഈ ദൈവിക ഗുണങ്ങൾ പ്രാപ്തമാക്കിയത് ശിവബാബയിൽ നിന്നാണ്. ദൈവിക ഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യരും ആസുരീയ അവഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യരും തമ്മിൽ എത്ര വ്യത്യാസമാണ്! ശിവാലയത്തിലും വേശ്യാലയത്തിലും വസിക്കുന്നതിന് യോഗ്യരായി മാറുന്നത് മനുഷ്യർ തന്നെയാണ്. സത്യയുഗത്തെയാണ് ശിവാലയം എന്ന് പറയുന്നത്. സത്യയുഗം ഇവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. മൂലവതനത്തിലോ സൂക്ഷ്മവതനത്തിലോ അല്ല ഉള്ളത്. നിങ്ങൾ കുട്ടികൾക്കറിയാം, അത് ശിവബാബയാൽ സ്ഥാപിക്കപ്പെട്ട ശിവാലയമാണ്. എപ്പോൾ സ്ഥാപിച്ചു? സംഗമത്തിൽ. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇപ്പോൾ ഈ ലോകം പതീതവും തമോ പ്രധാനവുമാണ്. ഇതിനെ സതോ പ്രധാനമായ പുതിയ ലോകം എന്ന് പറയില്ല. പുതിയ ലോകത്തെ സതോ പ്രധാനം എന്നാണ് പറയുന്നത്. അത് തന്നെ പഴയതായി മാറുമ്പോൾ അതിനെ തമോ പ്രധാനം എന്ന് പറയും. വീണ്ടും സതോ പ്രധാനമായി മാറുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കുട്ടികളുടെ യോഗബലത്തിലൂടെ. യോഗബലത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്. മാത്രമല്ല, നിങ്ങൾ പവിത്രമായി മാറുകയും ചെയ്യും. പവിത്രമായവർക്ക് വേണ്ടി പിന്നീട് തീർച്ചയായും പവിത്രമായ ലോകം വേണം. പുതിയ ലോകത്തെ പവിത്രമെന്നും പഴയ ലോകത്തെ അപവിത്ര ലോകമെന്നും പറയും. പവിത്രമായ ലോകം ബാബ സ്ഥാപിക്കുന്നു. പതിതമായ ലോകം സ്ഥാപിക്കുന്നത് രാവണനാണ്. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയില്ല. ഈ 5 വികാരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ ദുഃഖികളായി ബാബയെ ഓർമ്മിക്കുമോ? ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് ദുഃഖഹർത്താവും സുഖകർത്താവും. രാവണന്റെ അല്ലെങ്കിൽ 5 വികാരങ്ങളുടെ കോലം ഉണ്ടാക്കിയിട്ടുണ്ട് 10 തലയുള്ളത്. ആ രാവണനെ ശത്രുവെന്ന് കരുതി കത്തിക്കുന്നു. ദ്വാപരത്തിന്റെ തുടക്കം മുതൽക്കേ കത്തിക്കാൻ തുടങ്ങി എന്നല്ല. എപ്പോഴാണോ തമോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ വിവിധ അഭിപ്രായമുള്ളവർ ചേർന്ന് ഇരുന്ന് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ആരെങ്കിലും കൂടുതൽ ദുഃഖം നൽകുമ്പോൾ അവരുടെ കോലമുണ്ടാക്കി കത്തിക്കുന്നു. അതിനാൽ ഇവിടെയും എപ്പോഴാണോ കൂടുതൽ ദുഃഖം മനുഷ്യർക്ക് ലഭിക്കുന്നത്, അപ്പോൾ രാവണന്റെ കോലമുണ്ടാക്കി കത്തിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് മുക്കാൽ ഭാഗവും സുഖമാണ്.
അഥവാ പകുതി ഭാഗം ദുഃഖമാണെങ്കിൽ പിന്നെ എന്ത് രസമാണുള്ളത്? ബാബ പറയുന്നു, നിങ്ങളുടെ ഈ ദേവീ ദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്നതാണ്. സൃഷ്ടി അനാദിയായി ഉണ്ടാക്കപ്പെട്ടതല്ലേ? സൃഷ്ടി ഉണ്ടാക്കിയതെന്തിനാണ്, എപ്പോൾ പൂർത്തിയാകും എന്നൊന്നും ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ശാസ്ത്രങ്ങളിൽ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണെന്ന് പറയുന്നു. തീർച്ചയായും സൃഷ്ടിക്ക് പരിവർത്തനപ്പെടാനായി സംഗമയുഗവും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ അനുഭവം ചെയ്യുന്നോ അതുപോലെ മറ്റാരും മനസ്സിലാക്കുന്നില്ല. ചെറുപ്പത്തിലുള്ള പേരാണ് രാധാകൃഷ്ണൻ എന്നത്. പിന്നീട് സ്വയംവരം നടക്കുന്നു എന്നതുപോലും മനസ്സിലാക്കുന്നില്ല. രണ്ടുപേരും വ്യത്യസ്ത രാജധാനിയിലേതാണ്. പിന്നീട് അവരുടെ സ്വയംവരം നടക്കുമ്പോൾ ലക്ഷ്മി നാരായണനായി മാറുന്നു. ഈ മുഴുവൻ കാര്യങ്ങളും ബാബ മനസ്സിലാക്കി തരുന്നു. ബാബ തന്നെയാണ് ജ്ഞാനസാഗരം. ബാബ എല്ലാം അറിയുന്നയാളാണ് എന്നല്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ വന്ന് ജ്ഞാനം നൽകുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം പാഠശാലയിലാണ് ലഭിക്കുക. പാഠശാലയിൽ ലക്ഷ്യം തീർച്ചയായും ഉണ്ടാകണം. ഇപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോശമായ ലോകത്തിൽ രാജ്യം ഭരിക്കാൻ സാധിക്കില്ല. രാജ്യം ഭരിക്കുന്നത് പുഷ്പങ്ങളുടെ ലോകത്തിലാണ്. രാജയോഗം സത്യുഗത്തിൽ പഠിപ്പിക്കുമോ? സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ രാജയോഗം പഠിപ്പിക്കുന്നത്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ബാബ എപ്പോഴാണ് വരുന്നത് എന്ന് ആർക്കും അറിയില്ല. ഘോര അന്ധകാരത്തിലാണ്. ജ്ഞാനസൂര്യന്റെ പേരിൽ ജപ്പാനിൽ ആളുകൾ സൂര്യവംശികളാണ് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ സൂര്യവംശികൾ ദേവതകളാണ്. സൂര്യവംശികളുടെ രാജ്യം സത്യയുഗത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പാടാറുണ്ട്, ജ്ഞാനസൂര്യൻ ഉദിച്ചു. എങ്കിൽ ഭക്തിമാർഗത്തിന്റെ അന്ധകാരം വിനാശമാകും. പുതിയ ലോകം തന്നെ പഴയതും പഴയ ലോകം തന്നെ വീണ്ടും പുതിയതുമാകും. ഇത് പരിധിയില്ലാത്ത വളരെ വലിയ വീടാണ്. എത്ര വലിയ സ്റ്റേജാണ്. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ എത്ര പ്രയോജനം ചെയ്യുന്നു. രാത്രിയിൽ വളരെയധികം ഉപയോഗപ്പെടുന്നു. ഇങ്ങനെയും ചില രാജാക്കന്മാരുണ്ട്. അവർ പകൽ കിടന്നുറങ്ങുകയും രാത്രിയിൽ സഭ കൂടുകയും ചെയ്യും, വിനിമയം നടത്തും. ഇത് ഇപ്പോഴും പലയിടത്തും നടന്നു വരുന്നുണ്ട്. മില്ലുകളും രാത്രിയാണ് പ്രവർത്തിക്കുക. ഇത് പരിധിയുള്ള രാത്രിയും പകലുമാണ്. അത് പരിധിയില്ലാത്ത കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ അല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. ശിവബാബയെയും അറിയില്ല. ബാബ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിനെക്കുറിച്ചും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇത് പ്രജാപിത ബ്രഹ്മാവാണ്. ബാബ സൃഷ്ടി രചിക്കുമ്പോൾ തീർച്ചയായും ആരിലെങ്കിലും പ്രവേശിക്കും. പാവനരായ മനുഷ്യർ സത്യയുഗത്തിലേ ഉണ്ടാകൂ. കലിയുഗത്തിൽ എല്ലാവരും വികാരത്തിലൂടെ ജന്മമെടുക്കുന്നവരാണ്. അതിനാലാണ് പതീതർ എന്ന് പറയുന്നത്. മനുഷ്യർ ചോദിക്കും, വികാരമില്ലാതെ സൃഷ്ടി എങ്ങനെ നടക്കും? ദേവതകളെ നിങ്ങൾ സമ്പൂർണ്ണ നിർവികാരികൾ എന്നല്ലേ വിളിക്കുന്നത്? എത്ര ശുദ്ധിയോടുകൂടിയാണ് അവരുടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത്. ബ്രാഹ്മണരെ അല്ലാതെ മറ്റാരെയും ഉള്ളിലേക്ക് പോകാൻ അനുവദിക്കില്ല. വാസ്തവത്തിൽ ഈ ദേവതകളെ വികാരികളായ ആർക്കും തൊടാൻ പോലും കഴിയില്ല. പക്ഷെ ഇക്കാലത്ത് പൈസ കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. ആരെങ്കിലും വീട്ടിൽ ക്ഷേത്രം നിർമ്മിക്കുകയാണെങ്കിൽ ബ്രാഹ്മണനെ തന്നെയാണ് വിളിക്കുക. ഇപ്പോൾ ആ ബ്രാഹ്മണരും വികാരികൾ തന്നെയാണ്. ബ്രാഹ്മണൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഈ ലോകം തന്നെ വികാരികളുടേതായതിനാൽ പൂജയും വികാരികൾ തന്നെയാണ് ചെയ്യുന്നത്. നിർവികാരികൾ എവിടെ നിന്ന് വരാനാണ്?
നിർവികാരികൾ സത്യുഗത്തിൽ മാത്രമേ ഉണ്ടാകൂ. ആരാണോ വികാരത്തിലേക്ക് പോകാത്തത് അവരെ നിർവികാരി എന്ന് പറയും എന്നല്ല. എന്തായാലും ശരീരം വികാരത്തിലൂടെ ജന്മമെടുത്തതല്ലേ. ബാബ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് മുഴുവൻ രാവണ രാജ്യമാണ്. രാമരാജ്യത്തിൽ സമ്പൂർണ്ണ നിർവികാരികളാണ്, രാവണ രാജ്യത്തിൽ വികാരികളാണ്. സത്യുഗത്തിൽ പവിത്രതയുണ്ടായിരുന്നതിനാൽ ശാന്തിയും സമ്പത്തും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും, സത്യുഗത്തിൽ ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമുണ്ടായിരുന്നല്ലോ. അവിടെ 5 വികാരങ്ങൾ ഉണ്ടാവില്ല. അത് പവിത്രമായ രാജ്യമാണ്. അത് ഭഗവാൻ സ്ഥാപിച്ചതാണ്. ഭഗവാൻ പരിമിതമായ ലോകം സ്ഥാപിക്കില്ലല്ലോ. സത്യയുഗത്തിൽ അഥവാ പതീതർ ഉണ്ടായിരുന്നുവെങ്കിൽ വിളിക്കുമായിരുന്നില്ലേ? അവിടെയാണെങ്കിൽ ആരും വിളിക്കുന്നതേയില്ല. സുഖത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. പരമാത്മാവിന്റെ മഹിമയും പാടുന്നുണ്ട്. സുഖസാഗരൻ, പവിത്രതയുടെ സാഗരൻ. ശാന്തി ഉണ്ടാകണം എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ എങ്ങനെ മുഴുവൻ ലോകത്തിലും ശാന്തി കൊണ്ടുവരും? ശാന്തിയുള്ള ഒരേയൊരു രാജ്യം സ്വർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരെങ്കിലും പരസ്പരം വഴക്കടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ശാന്തമാക്കേണ്ടി വരുന്നു. അവിടെയാണെങ്കിൽ ഒരേ ഒരു രാജ്യമേ ഉണ്ടാകൂ. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തിന് തന്നെയാണ് ഇപ്പോൾ അവസാനിക്കേണ്ടത്. ഈ മഹാഭാരത യുദ്ധത്തിൽ എല്ലാം വിനാശമാകും. വിനാശകാലേ വിപരീത ബുദ്ധി എന്നും എഴുതിയിട്ടുണ്ട്. തീർച്ചയായും പാണ്ഡവർ നിങ്ങളല്ലേ? നിങ്ങളാണ് ആത്മീയ വഴികാട്ടികൾ. എല്ലാവർക്കും മുക്തിധാമത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുക്കുന്നു. അതാണ് ആത്മാക്കളുടെ വീടായ ശാന്തിധാമം. ഇതാണ് ദുഃഖധാമം. ഇപ്പോൾ ബാബ പറയുന്നു, ഈ ദുഃഖധാമത്തെ കണ്ടുകൊണ്ടും മറന്നേക്കൂ. ഇപ്പോൾ നമുക്ക് ശാന്തിധാമത്തിലേക്ക് പോകണം, അത്രേയുള്ളൂ. ഇത് ആത്മാവാണ് പറയുന്നത്. ആത്മാവ് സാക്ഷാത്കാരം ചെയ്യുന്നു. ആത്മാവിന് ഞാൻ ആത്മാവാണെന്ന ഓർമ്മ വന്നിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ എന്താണോ എങ്ങനെയാണോ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഞാൻ ബിന്ദുവാണ്. നമ്മൾ എങ്ങനെയാണ് 84ന്റെ ചക്രം കറങ്ങി വന്നത് എന്നത് നിങ്ങൾക്കിടയ്ക്കിടെ ബുദ്ധിയിൽ വരണം. ഇതിലൂടെ ബാബയെയും ഓർമ്മ വരും, വീടും ഓർമ്മ വരും, പിന്നെ ചക്രവും ഓർമ്മ വരും. ഈ ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും നിങ്ങൾക്ക് മാത്രമേ അറിയൂ. എത്ര കഷ്ണങ്ങളായി, എത്ര യുദ്ധങ്ങൾ നടന്നു. സത്യയുഗത്തിൽ യുദ്ധത്തിന്റെ കാര്യമേ ഇല്ല. രാമരാജ്യം എവിടെ? രാവണ രാജ്യം എവിടെ? ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ രാജ്യത്തിൽ ഇരിക്കുന്നതുപോലെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ ഇവിടേക്ക് വന്നിരിക്കുകയാണ് രാജ്യം സ്ഥാപിക്കാനായി. ഈശ്വരൻ സ്വയം രാജ്യം ഭരിക്കുന്നില്ല, സ്വയം രാജ്യപദവി സ്വീകരിക്കുന്നില്ല. നിഷ്കാമ സേവനം ചെയ്യുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് സർവാത്മാക്കളുടെയും പിതാവ്. ബാബ എന്ന് പറയുന്നതിലൂടെ പൂർണമായും അതിരില്ലാത്ത സന്തോഷം ഉണ്ടാകണം. നിങ്ങളുടെ അന്തിമ അവസ്ഥയെയാണ് അതീന്ദ്രിയ സുഖം എന്ന് പാടപ്പെട്ടിട്ടുള്ളത്. പരീക്ഷയുടെ ദിവസം അടുത്തേക്ക് വരുമ്പോൾ എല്ലാത്തിന്റെയും സാക്ഷാത്കാരം ഉണ്ടാകും. അതീന്ദ്രിയ സുഖവും കുട്ടികൾക്ക് നമ്പർ വയസ്സായാണ് ഉള്ളത്. ചിലരാണെങ്കിൽ ബാബയുടെ ഓർമ്മയിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ ദിവസവും ഈ അനുഭവം ഉണ്ടാകണം. അതായത്, ആഹാ ബാബ, അങ്ങ് ഞങ്ങളെ എന്തിൽ നിന്ന് എന്താക്കി മാറ്റി. അങ്ങയിൽ നിന്നും ഞങ്ങൾക്ക് എത്ര സുഖം ലഭിക്കുന്നു. ബാബയെ ഓർമ്മിച്ച് ആനന്ദാശ്രു വരണം. അത്ഭുതമാണ്, അങ്ങ് വന്ന് ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. മുഴുവൻ ദിവസവും ഈ അനുഭവമായിരിക്കണം.
ബാബ നിങ്ങളുടെ ഓർമ്മയുണർത്തുമ്പോൾ നിങ്ങൾ ആനന്ദത്താൽ എത്രത്തോളം തുള്ളിച്ചാടുന്നു. ശിവബാബ നമ്മെ രാജയോഗം പഠിപ്പിക്കുകയാണ്. ശിവരാത്രിയും ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യർ ശിവബാബയുടെ പേരിന് പകരം ശ്രീകൃഷ്ണന്റെ പേര് ഗീതയിൽ ഇട്ടു. ഇത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്പർ 1 ആയിട്ടുള്ള ഗീതയിൽ തന്നെ തെറ്റ് സംഭവിച്ചു. ഡ്രാമ തന്നെ ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബ വന്ന് ഈ തെറ്റ് മനസ്സിലാക്കി തരുന്നു. അതായത് പതിത പാവനൻ ഞാനാണോ അതോ കൃഷ്ണനാണോ? നിങ്ങൾക്ക് രാജയോഗം പഠിപ്പിച്ചു തന്ന് മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റിയത് ഞാനാണ്. മഹിമയും എന്നെക്കുറിച്ചല്ലേ? അകാലമൂർത്തി അജന്മാവ് കൃഷ്ണന് ഈ മഹിമ കൊടുക്കാൻ കഴിയില്ലല്ലോ. കൃഷ്ണൻ പുനർജന്മങ്ങളിൽ വരുന്ന ആളാണ്. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലും നമ്പർ വയസ്സായാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. ജ്ഞാനത്തോടൊപ്പം പെരുമാറ്റവും വളരെ നല്ലതായിരിക്കണം. മായയും കുറവൊന്നുമല്ല. ആരാണോ ആദ്യം വരുന്നത് അവർ വളരെ ശക്തിശാലികളായിരിക്കും. പാർട്ട്ധാരികളും വ്യത്യസ്ത തരത്തിൽ ഉണ്ടാകുമല്ലോ. ഹീറോ ഹീറോയിന്റെ പാർട്ട് ഭാരതവാസികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും രാവണ രാജ്യത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ശ്രീമതത്തിലൂടെ നിങ്ങൾക്ക് എത്ര ബലം ലഭിക്കുന്നു. മായയും വളരെ സമർത്ഥനാണ്. മുന്നോട്ടു പോകെ പോകെ ചതിക്കും. ബാബ സ്നേഹസാഗരനാണ്. അതിനാൽ നിങ്ങൾ കുട്ടികളും ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമാകണം. ഒരിക്കലും കൈപ്പുള്ള വാക്കുകൾ പറയരുത്. ആർക്കെങ്കിലും ദുഃഖം നൽകിയാൽ ദുഃഖിയായി മരിക്കും. ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം ഇല്ലാതാക്കണം. വിഷയസാഗരത്തിൽ മുങ്ങി താഴുക എന്നതാണ് ഏറ്റവും മോശമായ ശീലം. ബാബയും പറയുന്നു, കാമം മഹാശത്രുവാണ്. എത്ര പെൺകുട്ടികളാണ് അടികൊള്ളുന്നത്. ചിലർ മകളോട് പറയും പവിത്രമായി മാറൂ എന്ന്. താങ്കൾ ആദ്യം സ്വയം പവിത്രമായി മാറൂ. മകളെ നൽകി ചിലവിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. എന്തെന്നാൽ നല്ല വീട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. ഇന്ന് കാലത്ത് ചിലവും കൂടുതലാണ്. പാവപ്പെട്ടവർ പെട്ടെന്ന് നൽകും. ചിലർക്കാണെങ്കിൽ മോഹമുണ്ടാകും. മുൻപൊരു ആദിവാസി പെൺകുട്ടി വരുമായിരുന്നു. അവരെ ജ്ഞാനത്തിലേക്ക് വരാൻ അനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ മന്ത്രവിദ്യയുടെ പേടിയുണ്ടായിരുന്നു. ഭഗവാനെ മാന്ത്രികൻ എന്നും പറയാറുണ്ട്. ദയാഹൃദയൻ എന്നും ഭഗവാനെ തന്നെയാണ് പറയുന്നത്. കൃഷ്ണനെ എങ്ങനെ പറയുമോ? ദയയില്ലാത്തവരിൽ നിന്നും മോചിപ്പിക്കുന്ന ആളാണ് ദയാഹൃദയൻ. ദയയില്ലാത്തയാൾ രാവണനാണ്. ആദ്യം ജ്ഞാനമാണ്. ജ്ഞാനം, ഭക്തി, പിന്നെ വൈരാഗ്യം. ഭക്തി, ജ്ഞാനം, പിന്നെ വൈരാഗ്യം ഇങ്ങനെയല്ല. ജ്ഞാനത്തോടുള്ള വൈരാഗ്യം എന്നെപ്പോഴെങ്കിലും പറയുമോ? ഭക്തിയോടുള്ള വൈരാഗ്യം എന്നാണ് പറയാറ്. അതിനാൽ ജ്ഞാനം, ഭക്തി, പിന്നെ വൈരാഗ്യം ഇതാണ് ശരിയായ വാക്കുകൾ. ബാബ നിങ്ങളിൽ പഴയ ലോകത്തോടുള്ള പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടാക്കുന്നു. സന്യാസിക്ക് കേവലം വീടിനോടാണ് വൈരാഗ്യമുള്ളത്. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നേയില്ല. ഭാരതം 100% സമ്പന്നവും നിർവികാരിയും ആരോഗ്യമുള്ളതുമായിരുന്നു. ഒരിക്കലും അകാല മൃത്യു സംഭവിച്ചിരുന്നില്ല. ഈ മുഴുവൻ കാര്യങ്ങളും ധാരണയാകുന്നത് വളരെ കുറച്ചു പേർക്കാണ്. ആരാണോ നല്ല രീതിയിൽ സേവനം ചെയ്യുന്നത് അവർ വളരെ വലിയ സമ്പന്നരായി മാറും. കുട്ടികൾക്ക് മുഴുവൻ ദിവസവും ബാബ ബാബ എന്നത് തന്നെയായിരിക്കണം ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ മായ ഓർമ്മിക്കാൻ അനുവദിക്കുന്നില്ല. ബാബ പറയുന്നു, സത്തോ പ്രധാനമാകണമെങ്കിൽ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും എന്നെ ഓർമ്മിക്കൂ. ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. എന്നാലും നിങ്ങൾ ഓർമ്മിക്കില്ലേ?
ഒരുപാട് പേർക്ക് മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഡ്രാമയിൽ ഉള്ളതാണ്. സ്വർഗത്തിന്റെ സ്ഥാപന ഉണ്ടാവുക തന്നെ വേണം. പുതിയ ലോകം സദാ നിലനിൽക്കുകയില്ല. ചക്രം കറങ്ങുമ്പോൾ തീർച്ചയായും താഴേക്ക് വരിക തന്നെ ചെയ്യും. എല്ലാ വസ്തുക്കൾക്കും തീർച്ചയായും പുതിയതിൽ നിന്നും പഴയതായി മാറണം. ഈ സമയത്ത് മായ എല്ലാവരെയും ഏപ്രിൽ ഫൂളാക്കി മാറ്റിയിരിക്കുന്നു. ബാബ വന്ന് പുഷ്പമാക്കി മാറ്റുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമായി മാറണം. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. കയ്പുള്ള വാക്കുകൾ പറയരുത്. മോശമായ ശീലങ്ങൾ ഉപേക്ഷിക്കണം. 2. ബാബയോട് മധുരമധുരമായി സംസാരിച്ചുകൊണ്ട് ഈ അനുഭവത്തിലിരിക്കണം. അതായത്, അല്ലയോ ബാബ, അങ്ങ് ഞങ്ങളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റിയിരിക്കുന്നു? അങ്ങ് ഞങ്ങൾക്ക് എത്ര സുഖം നൽകി. ബാബ അങ്ങ് ക്ഷീരസാഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. മുഴുവൻ ദിവസവും ബാബ ബാബ എന്ന ഓർമ്മ ഉണ്ടാകണം. വരദാനം: സർവസംബന്ധങ്ങളുടെയും അനുഭൂതികളാൽ സമ്പന്നരായി തീരുന്ന സമ്പൂർണ്ണ മൂർത്തരായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സർവപ്രാപ്തികളാലും സ്വയത്തെ സമ്പന്നരാക്കി മാറ്റണം. അതിനാൽ സർവ ഖജനാക്കളെയും സർവഗുണങ്ങളെയും കർത്തവ്യങ്ങളെയും മുന്നിൽ കണ്ട് എല്ലാ കാര്യങ്ങളിലും അനുഭവിയായി മാറിയോ എന്ന് പരിശോധിക്കണം. ഏതെങ്കിലും ഒന്നിൽ അനുഭവത്തിന്റെ കുറവുണ്ടെങ്കിൽ അതിൽ സ്വയത്തെ സമ്പന്നമാക്കി മാറ്റൂ. ഒരു സംബന്ധത്തിന്റെയോ ഗുണത്തിന്റെയോ കുറവുണ്ടെങ്കിൽ സമ്പൂർണ്ണ സ്റ്റേജിലെത്തി അല്ലെങ്കിൽ സമ്പൂർണരായി എന്ന് പറയാനാവില്ല. അതിനാൽ ബാബയുടെ ഗുണങ്ങളെയും തന്റെ ആദി സ്വരൂപത്തിന്റെ ഗുണങ്ങളെയും അനുഭവം ചെയ്യൂ. അപ്പോൾ സമ്പൂർണ്ണ മൂർത്തികളായി മാറും. സ്ലോഗൻ: ആവേശത്തിൽ വരുന്നതും മനസ്സിന്റെ കരച്ചിലാണ്. ഇപ്പോൾ കരച്ചിലിന്റെ ഫയൽ സമാപ്തമാക്കൂ. തന്റെ ശക്തിശാലിയായ മനോസ്ഥിതിയിലൂടെ സകാശ് നൽകുന്ന സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. മനസാ സേവനം ചെയ്യുന്നതിനായി സർവശക്തികളെയും തന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങളാക്കി മാറ്റണം. അങ്ങനെ ബാബയ്ക്ക് സമാനം പരിപൂർണരായി, അതായത് പെർഫെക്റ്റായി മാറണം. ഉള്ളിലൊരു അപാകതയും, അതായത് ഡിഫക്റ്റും ഉണ്ടാകരുത്. അപ്പോൾ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഏകാഗ്രതയിലൂടെ അല്ലെങ്കിൽ മനോസ്ഥിതിയിലൂടെ സകാശ് താനെ എല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങും. ഓം ശാന്തി.